ബീഹാറിൽ പല സർവേകൾ പുറത്തുവന്നു. ചില സർവേകൾ ഏകപക്ഷീയമായി തന്നെ എൻ.ഡി.എ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നു. പക്ഷെ ചില സർവേകൾ ഇഞ്ചോടിഞ്ച് മത്സരമെന്ന് പറയുന്നു. ഇതിലേതായിരിക്കും കൃത്യമാകുക? സർവേകളെല്ലാം പ്രഡിക്ഷൻസ് ആണ്. പ്രത്യേകിച്ചും എക്സിറ്റ് പോൾസ് സർവേസാണ് ഇപ്പോൾ വന്നത്. എക്സിറ്റ് പോൾ സർവേസ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ നമ്മുടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് വോട്ട് ചോരി എന്നുള്ള ഒരു വിഷയമുണ്ട്. 2, അനധികൃതമായിട്ട് 60 ലക്ഷത്തോളം വോട്ടർമാരെ പുറത്താക്കിയ ഒരു രീതിയുണ്ട്. അനധികൃതമായി ചേർത്തിരുന്ന. അപ്പോൾ ഇതിനകത്തുണ്ടാകുന്ന ഒരു കുറവ് കൂടുതലായും ഇന്ത്യ മുന്നണിയെ തന്നെ ബാധിക്കാനാണ് സാധ്യത. ഇപ്പോൾ വന്ന മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ഏജൻസികളുടെയും സർവേ ഫലം 160-ന് മേളിൽ സീറ്റ് എൻ.ഡി.എക്ക് കിട്ടുമെന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മോദിയും അമിത്ഷായും മാത്രമല്ല ബി.ജെ.പിയുടെ എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥൊക്കെ ബീഹാറിൽ വളരെ ഭംഗിയായിട്ട് അവിടുത്തെ ബീഹാറിലെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ.ഡി.എ ക്യാമ്പിൽ നാളെ ഇപ്പോൾ ബലം വരെയാണ്. എൻ.ഡി.എ ക്യാമ്പിൽ വളരെ ശുഭപ്രതീക്ഷയാണുള്ളത്. ഇതുവരെയുള്ള സർവേകൾ മാത്രമല്ല, ഇതുവരെ അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ. അദ്ദേഹം 20 വർഷത്തിന് മുമ്പ് തുടങ്ങി വെച്ച സൈക്കിൾ യോജന തൊട്ട് ക്രമാനുഗതമായിട്ട് ഓരോരോ പ്രൊജക്റ്റുകൾ ചെയ്ത്, നമ്മുടെ ജയലളിതയുടെ മാതിരി തന്നെ ഓരോരോ ഫ്രീ ബീസൊക്കെ കൊടുത്ത് വോട്ടർമാരെ എപ്പോഴും നല്ല ഹ്യൂമറിൽ, ഗുഡ് ഹ്യൂമറിൽ നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുണ്ട് നിതീഷ് കുമാറിന്. ആ കഴിവാണ് ബി.ജെ.പിയുടെ, അതായത് ഏറ്റവും കുറഞ്ഞ സീറ്റ് ആ മുന്നണിയിൽ കിട്ടിയിട്ട് പോലും അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രിയാക്കി ആ ഭരണം കൊണ്ടുപോകുന്നതിൻ്റെ ബി.ജെ.പിയുടെ ഡിപ്ലോമസി തന്നെ നിതീഷ് കുമാർ എന്നുള്ള ഒരു മനുഷ്യൻ ബീഹാർ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയാണ്. അദ്ദേഹത്തിന് ഇത്ര ഏജ് ആയെങ്കിലും അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഒരു അതിശയം. അല്ല, അതിപ്പോൾ 2 പാർട്ടികളെ സംബന്ധിച്ച് അതൊരു കഴിവുകേട് കൂടിയല്ലേ? കാരണം ഇത്രയും നാളായിട്ട് മറ്റൊരു നേതാവിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലേ? അല്ല, അവിടെ ബീഹാറിലെ ജാതി സമവാക്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ. ഇദ്ദേഹം കുർമി വംശജനാണ്. ഈ ഓരോ ജാതികളുടെ തിരിച്ചുള്ള വോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും അത്രയും നല്ലൊരു നേതാവിനെ വളർത്തിയെടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യനാണ്. ഒരു സമയത്ത് എൻ.ഡി.എ മുന്നണി വിട്ടുപോയിട്ട് മോദിയെ 2014 മോദിയെ ചീത്ത വിളിച്ചിട്ടാണ് അദ്ദേഹം മുന്നണി വിട്ടിട്ട് വീണ്ടും ലാലുവായിട്ട് കൂടിയത്. ലാലുവിൻ്റെ മകനെ മുഖ്യമന്ത്രിയാക്കി. അങ്ങനെയൊക്കെ ഒരു ഡ്രാമയൊക്കെ പുള്ളിക്കാരൻ ചെയ്തു. പിന്നീട് രക്ഷയില്ല എന്ന് കണ്ടപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ വീണ്ടും, അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രി മോഹം ഉണ്ടായിരുന്നു. അത് മോദി തല്ലിക്കെടുത്തിയതിൻ്റെ ഒരു അസ്കിതയാണ് അന്ന് കാണിച്ചത്. അത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ, മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയും RSS എന്ന് പറഞ്ഞൊരു സംഘടനയും ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലായതോടെ അദ്ദേഹം വീണ്ടും എൻ.ഡി.എയിൽ വരികയും എൻ.ഡി.എക്ക് കീഴ്പ്പെട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു രീതി അദ്ദേഹം കൊണ്ടുവരികയും അതിൻ്റെ പ്രതിഫലമായിട്ട് അദ്ദേഹം ചോദിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. അത് ഒരു വയോവൃദ്ധൻ എന്നുള്ള നിലയ്ക്കും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എൻ.ഡി.എയുടെ ഫേസ് എന്നുള്ള നിലയ്ക്കും നിതീഷ് കുമാറിന്, അതുപോലെ കമ്മ്യൂണലായിട്ടുള്ള അവിടുത്തെ സമവാക്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, ആ സാഹചര്യത്തിൽ തന്നെ നിതീഷ് കുമാറിനെ പിന്നിൽ നിന്നും കുത്താനുള്ള ശ്രമം ഉണ്ടെന്ന രീതിയിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ടല്ലോ. ബി.ജെ.പി വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ് അവിടുത്തെ മുഖ്യമന്ത്രി പദം. ഇത്രയും വർഷമായിട്ട് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അവിടെ നേടാൻ കഴിഞ്ഞിട്ട് പോലും ബീഹാറിൽ ബി.ജെ.പിക്ക് ഒരു മുഖ്യമന്ത്രിയെ നേടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ബീഹാറിനെക്കാളും അവർ കൂടുതൽ ശ്രമിച്ച ഒരു സ്ഥലമാണ് ഒറീസയിൽ അവർ ബിജു പട്നായിക്കിൻ്റെ സമയം തൊട്ട് തന്നെ ഒറീസയിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് അവർ നല്ലവണ്ണം ശ്രമിച്ചു. നവീൻ പട്നായിക്കിൻ്റെ ഏകദേശം 20 വർഷത്തോളം അവർ ശ്രമിച്ചു നോക്കി. അപ്പം പ്രാദേശിക രാഷ്ട്രീയത്തിൽ വരുമ്പോഴത്തേക്ക് പ്രാദേശികമായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കുള്ള പ്രാധാന്യം വരുന്നുണ്ട്. ബി.ജെ.പിക്ക് എപ്പോഴും എത്തിപ്പെടാൻ പറ്റാത്തത്, ഇപ്പം സൗത്ത് ഇന്ത്യയിൽ തന്നെ ബി.ജെ.പിക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് പ്രാദേശികമായിട്ടുള്ള നേതാക്കളുടെ ജനപിന്തുണയാണ്. ദ്രാവിഡർ കക്ഷികളെ ഒഴിവാക്കിയിട്ട് ബി.ജെ.പിക്കോ കോൺഗ്രസിനോ എന്തായാലും തമിഴ്നാട് ഭരിക്കാമെന്നുള്ള ആഗ്രഹമില്ല. കർണാടകയിലെ ഒക്കലിംഗ സമുദായത്തിൻ്റെതായിട്ടുള്ള ചില സമവാക്യങ്ങൾ അവിടെ ഉണ്ടായാൽ ലിംഗായത്തുകളും ഒക്കലിംഗകളും തമ്മിലുള്ള ആ ഒരു ഇതുണ്ട്. ഇപ്പം ആന്ധ്രയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ NTR എന്നുള്ള ആ ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ബി.ജെ.പിക്ക് ആശയപരമായിട്ടോ അല്ലെങ്കിൽ ആദർശപരമായിട്ടോ ഉള്ള മേൽക്കൈ ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് കാര്യം. പ്രാദേശികവാദങ്ങളായിരിക്കും അവിടെ എപ്പോഴും മുൻഗണന നേടുക. അല്ലെങ്കിൽ പ്രാദേശിക വ്യക്തികളോ അല്ലെങ്കിൽ പ്രാദേശികവാദമാണോ നേടുന്നത്. അവിടെ ബി.ജെ.പിയെയും കോൺഗ്രസിനെയും പോലുള്ള പാർട്ടികൾക്ക്, ഇപ്പോൾ കോൺഗ്രസ് തന്നെ തമിഴ്നാടിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പോയിട്ട് എത്രയോ വർഷം, ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല.
ഒരു കാലത്ത് കാമരാജിൻ്റെയൊക്കെ തമിഴ്നാടായിരുന്നു. ഇപ്പോൾ അവർക്ക് അവർ അല്ല, ചില സർവേകൾ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഇഞ്ചോട് ഇഞ്ച്, അത് എന്ത് ഉദ്ദേശത്തിലായിരിക്കും അവർ അങ്ങനെ പറയുന്നത്? അത് ഈ പറഞ്ഞ പോലെ ചില ഡോക്ടറേഡ് സർവേകളായിരിക്കാനാണ് സാധ്യത. അല്ല, പക്ഷെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പല സർവേകളും മുൻകാലങ്ങളിൽ തെറ്റിയിട്ടുണ്ട്. അപ്പം അതാണ് ആ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. സർവേകൾ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റീവ് ആണ്, പ്രിഡിക്റ്റീവ് ആണ്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയായില്ല, ചിലപ്പോൾ വളരെ കൃത്യമായിട്ട് ശരിയാവും. എന്തായാലും നമുക്ക് നാളെ രാവിലെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള പിക്ചേഴ്സ് വന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും പല മേഖലകളുണ്ട്. ആ ഒരു മേഖലകളിൽ സ്വാധീനമുള്ള പാർട്ടി ചിലപ്പോൾ അവരാണ് ആദ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും നേരത്തെ വരുന്നത്. കഴിഞ്ഞ ഹരിയാനയിൽ സംഭവിച്ച മാതിരി ആദ്യം അവർക്ക് സ്വാധീനമുള്ള മേഖല എത്തിയപ്പോഴത്തേക്ക് ഹരിയാനയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യായിരുന്നു. അവസാനം ലേലം വിളിയൊക്കെ കഴിഞ്ഞ അവസാനം ഉച്ചയ്ക്ക് ശേഷം BJP ജയിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അത് വോട്ടെണ്ണലിൻ്റെ പാറ്റേൺ അനുസരിച്ചും കൂടെ ഇരിക്കും വരുന്ന ഫലങ്ങൾ. പിന്നെ ഈ നമ്മളെ സാമ്പിൾ സർവേ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സാമ്പിൾ സർവേ എന്നാണ്, നമ്മൾ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സർവേ ആണ് എടുക്കുന്നത്. ആ സാമ്പിൾ എടുക്കുന്ന മെത്തേഡ് ഏത് ഏരിയയിലാണ്, എങ്ങനെയാണ് സാമ്പിൾ എടുക്കുന്നത് എന്നുള്ളത് പോലും പ്രാധാന്യമാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ മലപ്പുറത്താണ് സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേറൊന്നായിരിക്കും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് ഒരു വളരെ റിസ്ക് പിടിച്ചുള്ള ഒരു കാര്യമാണ് ഈ എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്നത്. പ്രീ പോൾ സർവേ ആയാലും എക്സിറ്റ് പോൾ സർവേ ആയാലും വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ബയാസും ഇല്ലാതെ ചെയ്യുന്നവരല്ല. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തെയും ബാധിക്കുമല്ലോ. അങ്ങനെയുള്ളൊരു റിമോട്ട് പ്രതീക്ഷ പോലും ആർക്കും ഇല്ല. കാര്യം അദ്ദേഹത്തിന് പോലും ആ ഒരു കാര്യത്തിനില്ല. കാര്യം അവരൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും അവർക്ക് ഇതുവരെ അവർ പറഞ്ഞേക്കുന്നു തേജസ്വി യാദവ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നു. കോൺഗ്രസിന് അവിടെ തന്നെ ഈ ഏകദേശം 20ഓളം സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾ തന്നെ പരസ്പരം മത്സരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മുന്നണി സംവിധാനം ജനങ്ങളെപ്പോഴും സ്റ്റെബിലിറ്റിയാണ് നോക്കുന്നത്. ഒരു ഭരണത്തിൻ്റെ സ്റ്റെബിലിറ്റി ജനങ്ങളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് BJPയും NDAയും മുന്നോട്ട് വയ്ക്കുന്ന ആ സ്റ്റെബിലിറ്റി ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തേജസ്വി യാദവ് അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി കസേരയ്ക്കായി കാത്തിരിക്കണം. അതേ എപ്പോഴും ഭാവി മുഖ്യമന്ത്രിയായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് ഭാവി മുഖ്യമന്ത്രി എന്ന് എപ്പോഴും നമുക്ക് വിശേഷിപ്പിക്കാം. അല്ല, എനിക്കൊന്ന് ചിലപ്പോൾ കോൺഗ്രസിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ കുറച്ച് സീറ്റുകൾ നേടാൻ പറ്റില്ല. ഇല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു പകർപ്പ് അതൊരു രീതിയാണ്. പക്ഷേ കോൺഗ്രസ് അവിടെ ഈ RJD എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ശക്തിയൊക്കെ ചോർന്നു പോയി. ലാലു പ്രസാദ് യാദവ് രാഷ്ട്രീയത്തിൽ സജീവമല്ല, അദ്ദേഹത്തിന് പ്രായമായി. അതുമല്ല ആ ഒരു യാദവ പൊളിറ്റിക്സ് അവിടെ ഈ അയോധ്യയുടെ സമയത്തൊക്കെ ബീഹാറിലും UPയിലും കൊണ്ടുവന്ന ഒരു ഫോർമുല MYD എന്നാണ്, മുസ്ലിം MDY എന്നാണ്, മുസ്ലിം ദളിത് യാദവ, അവരെല്ലാം കൂടെ ചേർത്തുള്ള ഒരു പൊളിറ്റിക്സാണ് നമ്മൾ നോക്കുന്നത്. കാര്യം അവിടെ UPയിലൊക്കെ മുലായം സിംഗ് യാദവ് ആയിരുന്നു, അദ്ദേഹത്തെ കളിയാക്കി വിളിക്കാറുണ്ട്, മൗലാന മുലായം സിംഗ് യാദവ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ ഇസ്ലാം വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മതത്തിൽ നിന്നൊരു നേതാവ് ഈ 2 സ്റ്റേറ്റുകളിലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഇപ്പോൾ ബീഹാറിലും മുസ്ലിങ്ങളുടെ നേതാവ് ഒവൈസിയാണ് ഹൈദരാബാദിൽ. അപ്പോൾ ആ ഒരു പാർട്ടിക്ക് ആ ഒരു സമുദായത്തിന് ഈ 2 സ്റ്റേറ്റുകളിലും ഭയങ്കരമായിട്ടുള്ള ഒരു ദാരിദ്ര്യവും അത് വോട്ടുകൾ സ്പ്ലിറ്റാക്കാനും ജയിക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമുദായത്തെ പ്രേരിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട്. കാര്യം അവിടുത്തെ ഈ മുസ്ലിം ദളിത് യാദവ് എന്നുള്ള ആ ഒരു ഫോർമുല അതിലാണ് ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും ബീഹാറിലും UPയിലും ഒരു കാലത്ത് അധികാരത്തിലിരുന്നത്. മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ദളിതും യാദവിൻ്റെ ഇടയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല എന്ന് മനസ്സിലാകുകയും അവർ ദേശീയ രാഷ്ട്രീയത്തിനോട് ചേരുകയും ചെയ്താണ് UPയിലും ബീഹാറിലും കഴിഞ്ഞ 20 വർഷം കൊണ്ടുണ്ടായ മാറ്റം. അല്ലോ, അതോടൊപ്പം തന്നെ ഈ ഒവൈസിയുടെ നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയം സംഭവിച്ചത്. അതെ, ഇപ്പോഴും ഒവൈസി തന്നെയാണ് അവിടുത്തെ മുസ്ലിം രാഷ്ട്രീയത്തിലെ പ്രധാന വ്യക്തി. അദ്ദേഹം അവിടെ വളരെ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു മുന്നണിയിലും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സ്വന്തമായിട്ട് നിർത്തി മത്സരിപ്പിക്കുകയാണ്. അത് 5 സീറ്റെങ്കിലും അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു ഹങ് അസംബ്ലിയൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒവൈസിക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ സർവേ ഫലം ചേട്ടൻ കാണുന്നത് ഒരു NDA മുന്നേറ്റമാണ്. NDA മുന്നണി അവിടെ വരാതിരിക്കാനുള്ള മറ്റു കാരണങ്ങളൊന്നും കാണുന്നില്ല. കാര്യം വേറെ അല്ല, ഈ JDU LJPയും തമ്മിൽ പാലം വലിക്കുമെന്നും കഥകൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആകുമ്പോൾ ഈ JDU LJPയും അവർ തമ്മിൽ പരസ്പരം അവിടെ വിഷയങ്ങളുണ്ട്.
അല്ല, അവർ തമ്മിൽ അതാ പറഞ്ഞത്, അവർ തമ്മിൽ തന്നെ പരസ്പരം പല സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. അല്ല, JDU LJP നമ്മുടെ എൻ ഡി എയുടെ അത് ഈ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ല, ബസ്വാന്റെ മകന്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ചെറിയ ഇഷ്യൂസാണ്. അവർക്ക് കേന്ദ്രത്തിലുള്ള അതിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ അവർക്ക് കേന്ദ്രത്തിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും അവർ കാൻഡിഡേറ്റ് തമ്മിൽ മത്സരിക്കുന്ന ഒരു അവസരം എത്തിയിട്ടില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സാധനം ഒരു ഫാബ്രിക്കേറ്റഡ് മുന്നണിയാണ്. നമ്മൾ കൂടുതൽ അതിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു സംസ്ഥാനത്തും അവർക്ക് ശക്തിയുള്ള പാർട്ടികളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഫംഗ്ഷനിങ് നടന്നില്ലായിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മമത സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നെ പവാറിന് ശക്തിയുള്ളിടത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പവാറിൻ്റെ മുന്നണിയാണ് പ്രധാനം, പവാറിൻ്റെ പാർട്ടിയാണ് പ്രധാനം. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് പ്രാദേശിക നേതാക്കളുടെ ഒരു കൂട്ടാണ്. അത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ നമുക്കൊരു ആൾക്കൂട്ടമാണെന്ന് മനസ്സിലാക്കണം. അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയോളജി ഇല്ല. നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ മുന്നണി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുമായിരുന്നു. അതിലാർക്കും സ്വന്തമായിട്ട് വലിയ റോളുകളൊന്നും ഇല്ലാത്തൊരു മുന്നണി ഉണ്ടാകുമായിരുന്നു. ചരൺ സിംഗ്, മൊറാർജി ദേശായി എല്ലാം കൂടെ ചേർന്നിട്ട്. അത് പിന്നീട് ജയപ്രകാശ് നാരായൺജിയുടെ സമയത്താണ് ഈ മൂവ്മെൻറ്റിനെല്ലാം കൂടെ ശാക്തീകരിച്ച് അടിയന്തരാവസ്ഥയുടെ ബാക്ക്ഡ്രോപ്പിൽ ഈ മുന്നണിയെല്ലാം കൂടെ ഈ കക്ഷികളെല്ലാം കൂടെ ശാക്തീകരിച്ച് ഇവർ ജനസംഘമായിട്ട് ചേർത്തതിന് ശേഷമാണ് നാഷണൽ ലെവലിൽ ഒരു ആൾട്ടർനേറ്റീവ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ടായത്. അതേപോലെ കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ BJPക്ക് എതിരായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് മുന്നണി ഉണ്ടാക്കണമെങ്കിൽ ജയപ്രകാശ് നാരായണനെ പോലെ കഴിവും വിശ്വാസ്യതയുമുള്ള ഒരു നേതാവ് BJPയുടെ എതിർഭാഗത്തുണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണി പോലുള്ളൊരു മുന്നണി ഉണ്ടാവുകയും BJPക്ക് ഒരു ബദലായിട്ട് ഒരു മുന്നണി സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു നേതാവ് വേണം. ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ ആരും ആ ഒരു കാലിബറുള്ള ആരും ഇപ്പോൾ ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.